വെൽക്കം ടു കൊമേഴ്സിയം എഡ്ജ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് ഓപ്ഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്ഷൻ എന്താണെന്നും അതിൻ്റെ ടെർമിനോളജീസും ക്ലാസിഫിക്കേഷൻസും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടാണ് ഈ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് 4 എണ്ണമാണുള്ളത്. ഏതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റാണ് ഹെഡ്ജിങ്, ദെൻ സ്പെക്കുലേഷൻ, ദെൻ സ്പ്രെഡിങ്, ദെൻ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കോമ്പിനേഷൻ ഓഫ് ഓപ്ഷനാണ്. കോമ്പിനേഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണ്. മെയിനായിട്ട് 4 കോമ്പിനേഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ആണുള്ളത്. ഒന്നാണ് സ്ട്രാഡിൽ, ദെൻ സ്ട്രാഗിൾ, ദെൻ സ്ട്രാപ്പ്, ദെൻ സ്ട്രിപ്പ്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് സ്ട്രാഡിൽ. സ്ട്രാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബൈയിങ് എ പുട്ട് ഓപ്ഷൻ ആൻഡ് കോൾ ഓപ്ഷൻ വിത്ത് സെയിം എക്സസൈസ് പ്രൈസ് ആൻഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. അതായത് ഒരു ബയ്യർ ബൈ ചെയ്യുകയാണ്, 1 കോൾ ഓപ്ഷനും അതുപോലെ തന്നെ ഒരു പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എക്സസൈസ് പ്രൈസും അതുപോലെ മെച്യൂരിറ്റിയും അതിൻ്റെ എക്സസൈസ് ഡേറ്റും സെയിം ആയിരിക്കും. കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും പ്രൈസും മെച്യൂരിറ്റി ഡേറ്റും സെയിം ആയിരിക്കും. ഇങ്ങനെ വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈ ചെയ്യുന്ന ആൾക്ക് അറിയില്ല പ്രൈസ് മൂവ്മെൻറ്റ് അപ്പാണോ ഡൗൺ ആണോ എന്ന് അറിയാതിരിക്കുമ്പോൾ വാങ്ങുന്നതാണ് എന്ത് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സ്ട്രാഗിൾ. സ്ട്രാഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാഗിൾ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 1 കോൾ ഓപ്ഷൻ ആൻഡ് 1 പുട്ട് ഓപ്ഷൻ വിത്ത് ഡിഫറെൻറ്റ് എക്സസൈസ് പ്രൈസ് ആൻഡ് സെയിം എക്സ്പിറേഷൻ ഡേറ്റ്. അപ്പോൾ നമ്മൾ സ്ട്രാഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മെച്യൂരിറ്റി ഡേറ്റും സ്ട്രൈക്ക് പ്രൈസും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ട്രാഗിളിൽ വരുമ്പോൾ എന്താണ് എക്സസൈസ് പ്രൈസ് ഡിഫറെൻറ്റും മെച്യൂരിറ്റി ഡേറ്റ് എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാങ്ങുന്നത് 1 കോൾ ഓപ്ഷനും 1 പുട്ട് ഓപ്ഷൻ തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് എന്താണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് രണ്ടായിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സ്ട്രാഗിൾ ആൻഡ് സ്ട്രാപ്പ് ആൻഡ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് സ്ട്രാപ്പ്. അപ്പോൾ സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ട്രേഡർ ബൈ 2 കോൾ ഓപ്ഷൻ ആൻഡ് 1 പുട്ട് ഓപ്ഷൻ അറ്റ് ദി സെയിം സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് മെച്യൂരിറ്റി. അതായത് ഇതെന്താണ് സ്ട്രിപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോൾ ഓപ്ഷൻ വാങ്ങുകയാണ്, എന്ത് ചെയ്യാണ് 1 പുട്ട് ഓപ്ഷനും വാങ്ങുകയാണ്. പക്ഷേ ഈ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും സ്ട്രൈക്ക് പ്രൈസും അതുപോലെ തന്നെ മെച്യൂരിറ്റി എന്തായിരിക്കും സെയിം ഡേറ്റും അതുപോലെ തന്നെ സെയിം പ്രൈസും ആയിരിക്കും. കാരണം എന്താണ് ഇങ്ങനെ വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ബിലീവ് ചെയ്യുകയാണ്, ഈ ബൈ ചെയ്യുന്ന ട്രേഡർ ബിലീവ് ചെയ്യുകയാണ് ഫ്യൂച്ചറിൽ പ്രൈസ് എന്ത് ചെയ്യാൻ പോവുകയാണ് അപ്പാവുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അയാൾക്കത് ബൈ ചെയ്ത് പൈസ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് 2 കോൾ ഓപ്ഷൻ വാങ്ങുന്നത്. അപ്പോൾ ഈ പുട്ട് ഓപ്ഷൻ എന്ത് ചെയ്യും ഈ കോൾ ഓപ്ഷനിൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഈ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യും. അപ്പോൾ അയാൾക്ക് അയാളുടെ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഈ സ്ട്രാപ്പിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ട്രാപ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈങ് 1 കോൾ ഓപ്ഷൻ ആൻഡ് 2 പുട്ട് ഓപ്ഷൻ വിത്ത് സെയിം എക്സസൈസ് പ്രൈസ് ആൻഡ് സെയിം എക്സ്പയറി ഡേറ്റ്. അതായത് നേരത്തെ നമ്മൾ സ്ട്രാപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ചെയ്യുന്നത് 2 കോൾ ഓപ്ഷനാണ് 1 പുട്ട് ഓപ്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ബൈ ചെയ്യുന്നത് 1 കോൾ ഓപ്ഷൻ മാത്രമാണ് 2 പുട്ട് ഓപ്ഷനുമാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ എന്താണ് ഈ പുട്ട് ഓപ്ഷൻ 2 പുട്ട് ഓപ്ഷൻ്റെയും അതുപോലെ തന്നെ 1 കോൾ ഓപ്ഷൻ്റെയും എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നതും അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ കോമ്പിനേഷൻ സ്ട്രാറ്റജീസിൽ കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ സ്ട്രാപ്പാണ്. ഫസ്റ്റ് വൺ സ്ട്രാഗിൾ, ദെൻ സ്ട്രാഡിൽ, സ്ട്രാഗിൾ, ദെൻ സ്ട്രാപ്പ്, സ്ട്രിപ്പ്. ഇത്രയാണ് കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്. നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നതിൽ ഇത്രയും കോൺസെപ്റ്റും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ.